2025 ജൂൺ UGC നെറ്റ് അറബിക്കിലെ ചോദ്യങ്ങളാണ് നമ്മൾ വിശകലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 71ാമത്തെ ചോദ്യം. യസിഫു ഷാഇറുൽ അന്ദുലുസി ഇബ്നു ഖഫാജ ഫിൽ അബിയാത്തി താലിയ. സ്പെയിൻ കവിയായിട്ടുള്ള ഇബ്നു ഖഫാജ അൽ അന്ദുലുസി, ഇബ്നു ഖഫാജ, സ്പെയിനിലെ ധാരാളം കവികളെ കുറിച്ച് ഈ ഒരു ചോദ്യപേപ്പറിൽ വന്നിട്ടുണ്ട്. ഇബ്നു സൈദൂനും ഇബ്നു ഹാനിയും ഇബ്നു അബ്ദുറബ്ബയൊക്കെ മുൻ ചോദ്യങ്ങളിൽ പരാമർശിക്കപ്പെട്ടു. ആ കൂട്ടത്തിലുള്ള ഒരാൾ കൂടിയാണ് ഇബ്നു ഖഫാജ അൽ അന്ദുലുസി. ഇബ്നു ഖഫാജയെ വിശേഷിപ്പിക്കുന്നത് ഷാഇറു ത്വബീഅ എന്നാണ്, പ്രകൃതിയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്ന ആളാണ് ഇബ്നു ഖഫാജ. ഈ ഇബ്നു ഖഫാജ താഴെയുള്ള കവിതയിൽ ഒരു 2 വരി കവിതയാണ് ഇബ്നു ഖഫാജ. അദ്ദേഹം എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്, വർണ്ണിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇബ്നു ഖഫാജയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം 450 മുതൽ 533 ഹിജറ, ഇതാണ് അദ്ദേഹത്തിൻ്റെ പീരീഡ്. അദ്ദേഹം ഈ അബു ഇസ്ഹാഖ്, ചില സമയത്ത് കുഞ്ഞിയത്തുകൾ ചോദിക്കാറുണ്ട് പരീക്ഷക്ക്. ഇബ്നു ഖഫാജയുടെ കുഞ്ഞിയത്ത് അബു ഇസ്ഹാഖ് എന്നതാണ്. അബു ഇസ്ഹാഖ് എന്ന കുഞ്ഞിയത്താണ് ഇബ്നു ഖഫാജ അൽ അന്ദുലുസി. അദ്ദേഹത്തിന് ലഖബ് പറയുന്നത് ഷാഇറു ത്വബീഅ, പ്രകൃതിയുടെ കവി. അദ്ദേഹം പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ധാരാളം കവിതകളും. ഷാഇറു ത്വബീഅ ഇബ്നു ഖഫാജ അൽ അന്ദുലുസി. മുത്തനബ്ബിൽ ഗർബ് ഇബ്നു ഹാനി അൽ അന്ദുലുസി, പിന്നെ ബുഹ്തുരിയിൽ ഗർബ് ഇബ്നു സൈദൂനി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഷാഇറു ത്വബീഅ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അന്ദുലുസ് കവികളുടെ കൂട്ടത്തിൽ ഇബ്നു ഖഫാജ അൽ അന്ദുലുസിയാണ്. ഇബ്നു ഖഫാജയുടെ പ്രസിദ്ധമായ ഒരു വരിയുണ്ട്, യാ അഹ്ലൽ അന്ദുലുസി, യാ അഹ്ലൽ അന്ദുലുസ്, സ്പെയിനുകാരെ, ലില്ലാഹി ദർറുക്കുമു, നിങ്ങൾക്ക് എന്തൊരു സൗഭാഗ്യമാണ്. മാ ഉൻ വളില്ലുൻ വ അൻഹാറുൻ വ അഷ്ജാറു എന്ന് തുടങ്ങുന്ന മാ ഉൻ വളില്ലുൻ വ അൻഹാറുൻ വ അഷ്ജാറുൻ, ഇതൊക്കെയാണ് ഈ സ്പെയിനിലുള്ളത് എന്ന് അദ്ദേഹം വർണ്ണിച്ചുകൊണ്ട് പാടുന്ന ഒരു കവിത. ഇദ്ദേഹത്തിന് സുംബൂരിയുൽ അന്ദുലുസ് എന്ന പേരും നൽകപ്പെടുന്നു. സുംബൂരി എന്ന് പറയുന്ന ഒരു കവിയാണ്. അദ്ദേഹം പ്രകൃതിയെ വിശേഷിപ്പിച്ചുകൊണ്ട് പാടിയ കവിതകൾ കുറെ എഴുതിയ ഒരു കവിയായിരുന്നു സുംബൂരിയുൽ അന്ദുലുസ് എന്നുകൂടെ ഇബ്നു ഖഫാജയെ വിശേഷിപ്പിക്കാറുണ്ട്. ഷാഇറു ത്വബീഅ സുംബൂരി. ഈ കവിത ഇബ്നു ഖഫാജയുടേതാണ്. ഈ കവിതയിൽ എന്തിനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഇബ്നു ഖഫാജ പാടുന്നത്? നെഹ്ർ, നഹ്ല, സിഹ്റത്ത്, ഷംസ് എന്നൊക്കെയാണ് അതിൽ നമുക്ക് ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹ്മദ് ഷായിബ് എന്ന നിരൂപകൻ, അഹ്മദ് ഷായിബിൻ്റെ അൽ ഉസ്ലൂബ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, അൽ ഉസ്ലൂബ്. ആ ഉസ്ലൂബിൽ ഈ കവിതയെക്കുറിച്ച് പറയുന്നു. ഈ കവിതയെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നു, അതിൻ്റെ അർത്ഥതലങ്ങളൊക്കെ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട് അൽ ഉസ്ലൂബ് അഹ്മദ് ഷായിബിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രന്ഥത്തിലൂടെ ആയിരിക്കാം ഈ ഒരു കവിത കൂടുതൽ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ളതും അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കാം ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളതും. ഓക്കെ, വമാ ഈസത്തിൻ തുസ്ഹാ വഖദ് ഖാല അൽ ഹയാ അലൈഹാ ഹുലൻ ഹുമറൻ വഅർദിയതൻ ഖുദ്റ യദൂബു ലഹാ റീഖുൽ ഗമായിമി ഫില്ലതൻ വയജ്മുദു ഫി അഅതാഫിഹാ ദഹബൻ നദ്റ. ഇതാണ് കവിത. വമാ ഈസത്തിൻ തുസ്ഹ, അഹങ്കരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നടക്കുന്നു. മാഇസത്ത് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി നടക്കുക, കുറച്ച് അഹങ്കാരം ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നടക്കുന്നതിനെയാണ് മാഇസത്ത് എന്ന് പറയുക. അത് പൊതുവെ സ്ത്രീകൾക്ക് ഒരു വിശേഷണം നൽകുന്നതാണ്. തുസ്ഹ പറഞ്ഞാൽ അഹങ്കരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നടക്കുന്നു. വഖദ് ഖല അൽ ഹയ എന്ന് പറഞ്ഞാൽ മഴക്ക് പറയുന്ന പേരാണ് ഹയ എന്ന് പറഞ്ഞാൽ ലജ്ജ, ഹയ എന്ന് പറയുന്നത് മഴ. മഴ ഊരി വെച്ചിട്ടുണ്ട് അലിഹ, അതിൻ്റെ മുകളിൽ, ഹുലൻ ഹുമ്രൻ, ചുവന്ന ആഭരണങ്ങളൊക്കെ ഇങ്ങനെ മഴ അതിൻ്റെ മുകളിൽ ഊരി വെച്ചു. വാർദിയത്തൻ ഖുദ്റ, പച്ചത്തട്ടവും. അപ്പോൾ പച്ചയും ചുവന്ന ആഭരണങ്ങളും തട്ടങ്ങളും ഒക്കെ മഴ ഇതിൻ്റെ മുകളിൽ ഊരി വെച്ചിട്ടുണ്ട്. യദൂബു ലഹാ റീഖുൽ ഗമായിമി, മേഘങ്ങളുടെ ഉമനീര്, മേഘങ്ങൾ ആകാശത്ത് നിന്ന് ഇതിനെങ്ങനെ കണ്ടിട്ട് ഇതിൽ കൊതിയായിട്ട് ഇതിനെ പ്രണയിച്ചുകൊണ്ട് മേഘങ്ങളുടെ ഉമനീര് ഇതിൻ്റെ മുകളിലേക്ക് ഉറ്റു വീഴുന്നുണ്ട്. നമ്മളിങ്ങനെ വായിൽ വെള്ളം ഇറക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഫില്ലത്തൻ എന്തായിട്ടാണ്? വെള്ളിയായിട്ടാണ് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ മേഘത്തിൽ നിന്നിങ്ങനെ മഴത്തുള്ളികളൊക്കെ ഉറ്റിയിട്ട് വെള്ളികളെ പോലെ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. വയജ്മുദു ഫി അഅതാഫിഹ, ഇതിൻ്റെ അഅതാഫിഹ പറഞ്ഞാൽ അതിൻ്റെ ജവാനിബിഹ, ഇതിൻ്റെ ഭാഗങ്ങളിലായിട്ട് ഉറച്ചു നിൽക്കുന്നുണ്ട്. ദഹബൻ നദ്റ, നല്ല പ്രകാശിക്കുന്ന സ്വർണത്തെ പോലെ ഇതിൻ്റെ ഉള്ളിൽ ഈ മേഘങ്ങളുടെ ഉമനീര് ഉറച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനെക്കുറിച്ചുള്ള കവിതയാണ് എന്നാണ് ചോദ്യം. നെഹ്ർ, പുഴ,
പുഴയല്ല. നഹ്ലത്ത് തേനീച്ച, ഹണിബി. ഷംസ് സൂര്യനല്ല. ഉദ്ദേശിക്കുന്നത് സഹറത്ത് പുഷ്പമാണ്. അതായത് ഇങ്ങനെ ഒരു പൂവ് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നു, ആ പൂവിനെ നോക്കിയിട്ട് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാറ്റിലാടുന്നുണ്ട്. പിന്നെ മഴ വന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ തുള്ളികളൊക്കെ ഇങ്ങനെ ഉറ്റി നിൽക്കുന്നുണ്ട്, അങ്ങനെ വെള്ളി ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഉള്ള പോലെ. പിന്നെ പച്ചത്തട്ടവും ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകളാണ് പച്ചത്തട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേഘങ്ങളുടെ ഉമനീര് വെള്ളിയെപ്പോലെയുണ്ട്, അപ്പം അങ്ങനെ വെള്ളി നിൽക്കുന്ന പോലെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്വർണം നിൽക്കുന്ന പോലെ ഉണ്ട്, ചില ചളിയൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ചില നിറങ്ങൾ അങ്ങനെയൊക്കെ മഞ്ഞ നിറത്തിലുള്ള വെള്ളത്തുള്ളികളും മറ്റു ചില ദഹബൻ ഖുദർ വേണമെങ്കിൽ നമുക്ക് ശലഭങ്ങൾ, പൂമ്പാറ്റകളൊക്കെ അതിൻ്റെ മുകളിൽ വന്നിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇദ്ദേഹം ഈ വർണ്ണിച്ചിട്ടുള്ളത് പുഷ്പത്തെയാണ്, സഹറത്തിനെയാണ്. ശരിയായ ഉത്തരം സഹറത്ത് എന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ കവിത എന്തിനെക്കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത്? ഇബ്നു ഖഫാജിയാണ്, ഷാഇറു തബീഅയാണ്, സുംബൂരിയുൽ അന്ദുലുസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ്. അഹ്മദ് ഷായിബ് അൽ ഉസ്ലൂബ് എന്നുള്ള ഗ്രന്ഥത്തിലാണ് ഈ ഒരു കവിതയെ കൂടുതൽ വിശേഷിപ്പിച്ചുകൊണ്ട് വർണ്ണിച്ചുകൊണ്ട് പറയുന്നത്. അവിടുന്ന് വന്നതായിരിക്കണം ഈ ചോദ്യം എന്നാണ് മനസ്സിലാക്കുന്നത്. 72ാമത്തെ ചോദ്യം, താഴെയുള്ള സുഹൈർ ബിൻ അബി സുൽമ ജാഹിലി കവിയാണല്ലോ. ജാഹിലി കവിത്രയങ്ങളുടെ കൂട്ടത്തിലെ പ്രധാനിയാണ് സുഹൈർ. സാലൂസു ഷെയ്രിൽ അറബി ഫിൽ ജാഹിലിയ കാലത്തിലെ കവിത്രയങ്ങളിലെ സുഹൈർ. ഓക്കെ, അപ്പോൾ സുഹൈറിനെ കുറിച്ച് പറയപ്പെടാറുള്ളത് ആ കവിത ഒരു കുടുംബത്തിലാകെ വ്യാപിച്ചു കിടക്കുന്നത് ഏറ്റവും കൂടുതലുള്ളത് സുഹൈറിൻ്റെ കുടുംബത്തിലാണ്. മകനും മക്കളും അമ്മാവനും അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കുടുംബത്തിൽ മുഴുവനായിട്ട് കവികളാണ്. അങ്ങനെ കവികൾ വ്യാപിച്ചു കിടക്കുന്ന ആ ഒരു പാരമ്പര്യം ലഭിച്ചിട്ടുള്ള മക്കളിലും പേരമക്കളിലും ഒക്കെ അങ്ങനെ തന്നെ അത് സുഹൈർ ബിൻ അബി സുൽമയാണ്. ചോദ്യം, സുഹൈർ ബിൻ അബി സുൽമയെ കുടുംബക്കാരിൽ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരാണ്, അവരെ ക്രമീകരിക്കണം ഏത് ഓർഡറിൽ എന്നറിയോ? ആദ്യം നഫ്സുഹു അദ്ദേഹം, വാലിദുഹു പിതാവ്, ഖാലുഹു അമ്മാവൻ, ഇബ്നുഹു മകൻ. എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അദ്ദേഹത്തിന് നഫ്സ് പറഞ്ഞാൽ സുഹൈർ ബിൻ അബി സുൽമ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വരേണ്ടത് ദാലാണ്. ഫസ്റ്റ് ഓപ്ഷൻ വരേണ്ടത് ദാല്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ വരേണ്ടത് ദാല്. ഈ തേർഡ് ഓപ്ഷനേ ഉള്ളൂ ശരി ഉത്തരം, പെട്ടെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ സുഹൈർ ബിൻ അബി സുൽമയാണ് നഫ്സ്. വാലിദ് അബൂ സുൽമയുടെ, സുഹൈർ ബിൻ അബി സുൽമ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അബൂ സുൽമ. വാലിദാണ് രണ്ടാമത്തത്, പിതാവ് അബൂ സുൽമയാണ് ബ. ഓക്കെ, രണ്ടാമത്തത് പിതാവാണ്. പിന്നെ ഖാല് അമ്മാവൻ, ബശാമത്ത് ബിനുൽ ഖദീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ പേര്, ബശാമത്ത് ബിനുൽ ഖദീർ. ഓക്കെ, ഹംസ അമ്മാവൻ. പിന്നെ ഇബിന് മകൻ, അദ്ദേഹത്തിൻ്റെ മകനാണ് സുഹൈർ, കഅബ് ബിൻ സുഹൈറിൻ്റെ മകൻ കഅബ്, ഇബിന് ജീമ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 3 ശരിയായ ഉത്തരം. അപ്പോൾ സുഹൈർ ബിൻ അബി സുൽമയെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. നമ്മൾ ജാഹിലി കവികളുടെ കൂട്ടത്തിലെ പ്രസിദ്ധനായ കവിയാണ്. ഹക്കീമു ശുആറാ ഫിൽ ജാഹിലിയ, ഹക്കീം ഹിക്മത്തുകൾ അടങ്ങിയ കവി, ഹക്കീമു ശുആറാ ഫിൽ ജാഹിലിയ, കവികളുടെ കൂട്ടത്തിലെ അശ്ശാഇറുൽ ഹക്കീം എന്ന് പറയാറുണ്ട്. ഹക്കീമു ശുആറാ അല്ലെങ്കിൽ അശ്ശാഇറുൽ ഹക്കീം, ഇത് സുഹൈർ ബിൻ അബി സുൽമയാണ്, അശ്ശാഇറുൽ ഹക്കീം. പിന്നെ അദ്ദേഹത്തിൻ്റെ ധാരാളം കവിതകൾ മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്ന ധാരാളം കവിതകളുണ്ട്. സാലൂസു ഷെയ്രിൽ അറബി ഫിൽ അസ്രിൽ ജാഹിലി കാലഘട്ടത്തിലെ കവിത്രയങ്ങൾ എന്ന് പറയുന്നത് ഇമ്രുൽ ഖൈസ്, സുഹൈർ, നാബിഗ. ഇമ്രുൽ ഖൈസും സുഹൈറും നാബിഗ, ഇവർ 3 ആളാണ്. അമവി കാലഘട്ടത്തിലുണ്ടായിരുന്നു ജരീർ ഫറസ്ദഖ് അഖ്തൽ, മുത്തനബി ബുഹ്തിരി അബ്ബാസി കാലഘട്ടത്തിലുണ്ട്. ഉമറുൽ ഖൈസ്, സുഹൈർ, അന്നാബിഗ, ഇവർ 3 ആളാണ് ജാഹിലി കാലഘട്ടത്തിലെ കവിത്രയങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ സുഹൈറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളത് നമുക്ക് പറയാം. സുഹൈറിനെ ഉമർ റളിയല്ലാഹു അൻഹുവിന് നല്ല ഇഷ്ടമുള്ളൊരു കവിയായിരുന്നു സുഹൈർ ബിൻ സുൽമ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഷാഇറു ശുആറാ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഷാഇറു ശുആറാ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു വിശേഷിപ്പിക്കുന്നത് സുഹൈർ ബിൻ അബി സുൽമയെയാണ്. ഇദ്ദേഹത്തിൻ്റെ കവിതകൾക്കാണ് അൽ ഹൗലിയാത്ത് എന്ന് പറയുന്നത്. അൽ ഹൗലിയാത്ത് വാർഷിക കവിതകളാണ് അദ്ദേഹത്തിന്. എന്ന് വെച്ചാൽ ഒരു വർഷം കൊണ്ടാണ് ഒരു കവിത എഴുതുക. അദ്ദേഹം എഴുതും 6 മാസം കൊണ്ട്, പിന്നെ അത് സംസ്കരിച്ചെടുക്കും. അതിനെ തഹ്ദീബ് വ തൻഖീഹ് എഡിറ്റ് ചെയ്ത്
അപ്പോൾ പറയുന്ന 4 മാസം അദ്ദേഹം സ്വന്തം എഴുതും, പിന്നെ വേറെ കുറേ ആളുകൾക്ക് അത് എഡിറ്റ് ചെയ്യും, പിന്നെ കുറേ ആളുകൾക്ക് അത് കാണിച്ചു കൊടുക്കും. അങ്ങനെ കവിതകൾ സീരിയസ് ആയി സമീപിച്ചിരുന്ന ഒരാളായിരുന്നു സുഹൈർ ബിൻ അബി സുലൈമ. പിന്നെ പറയാറുണ്ട് അശ്ആറു ശുഅറാഇ ഇദാ റഗിബ, അശ്ആറു ശുഅറാഇ ഇദാ റഗിബ. എന്തെങ്കിലും കാര്യം ആഗ്രഹിച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് കവിത പാടുമ്പോൾ ഏറ്റവും നല്ല കവി സുഹൈറാണ്. ഇമ്രു ഖൈസ് ഇദാ റഖിബ, ഒട്ടകപ്പുറത്ത് കുതിരപ്പുറത്ത് കയറുന്ന സമയത്ത് ഇമ്രു ഖൈസാണ്, പേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നാബിഗയാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇദാ റഗിബ അദ്ദേഹം ഒരു ഹറമു ബിൻ സിനാൻ എന്ന് പറയുന്ന രാജാവ്, ആ രാജാവിനെ മദ്ഹ് ചെയ്തുകൊണ്ട് ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കുറേ പ്രതിഫലങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഹറമു ബിനു സിനാൻ, അപ്പോൾ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് കവിത പാടുകയാണെങ്കിൽ അവിടെ ഏറ്റവും മികച്ച കവിയായി വരുന്നത് സുഹൈർ ബിൻ അബി സുൽമയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് വരുന്ന സമയത്ത് സുഹൈർ, അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ പിതാവ് അബൂ സുൽമ. അറബിയിൽ സെൽമ എന്നാണ് എല്ലായിടത്തും വായിക്കുക, സെൽമ അങ്ങനെയാണ് സ്ത്രീകളുടെ പേര്. പക്ഷേ സുഹൈറിൻ്റെ പേരിൻ്റെ അവിടെ ഉള്ളത് അത് സെൽമയല്ല, അത് സുൽമ. അവിടെ മാത്രമാണ് സുൽമ ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് വാലിദ് അല്ലെങ്കിൽ അബൂഹു, അദ്ദേഹത്തിൻ്റെ പിതാവ് അബൂ സുൽമ എന്നാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഖാല് അമ്മാവനാണ് ബശാമത്ത് ബിനുൽ ഖദീർ. ഈ ബശാമത്ത് ബിനുൽ ഖദീർ ആണ് അദ്ദേഹത്തെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ആൾ. ബശാമത്ത് ബിനുൽ ഖദീറും ധാരാളം ഹിക്മത്തുകളൊക്കെ പാടിയിരുന്ന ഒരാളായിരുന്നു ബശാമത്ത് ബിനുൽ ഖദീർ. അദ്ദേഹം കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ 2 സഹോദരിമാരാണുള്ളത്. ഒന്ന് ഈ സുൽമയുടെ പിതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരിയാണ് സുൽമ, അവരും കവിയായിരുന്നു. പിന്നെ ഒരു ഹൻസ എന്ന് പറയുന്ന, നമ്മൾ തുമാലിർ എന്ന് പറയുന്ന ഹൻസ അല്ല, ഹൻസ എന്ന് പറയുന്ന വേറൊരു സഹോദരി ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്, അവരും കവികൾ തന്നെയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ 2 മക്കൾ കഅബ് ബിൻ സുഹൈർ ബുജൈർ. കഅബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയാണ് ബാനത്ത് സുആദു ഫഖൽബിൽ യൗമ മസ്ബൂലു. കഅബും ബുജൈർ ബിൻ സുഹൈർ, ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ, നേരത്തെ ഞാൻ പറഞ്ഞു ഇന്നഹു ലം യത്തസിലു ശഅറു ഫി അഹ്ലി ബൈത്തിൻ, ഒരു കുടുംബത്തിനകത്തും കവിത ഇത്ര സ്ഥിരമായിട്ട് കവിതയുമായിട്ട് എല്ലാവർക്കും ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. കമത്തസല ഫി ബൈത്തി സുഹൈറിൻ്റെ വീട്ടിനകത്ത് കുടുംബത്തിൽ കവിത ബന്ധം സ്ഥാപിച്ചിട്ടുള്ളത് പോലെ മറ്റാർക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ സുഹൈർ ബിൻ അബി സുൽമ കുടുംബ സമേതം കവികളായിരുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 73ാമത്തെ ചോദ്യം. ലൈസത് മിനൽ കലിമാത്തിൽ അജ്നബിയ്യ അല്ലതി ദഖലത് ഫിൽ ലുഗൽ അറബിയ്യ വസഖലഹ അൽ അറബു. താഴെ കൊടുത്തിട്ടുള്ള 4 പദങ്ങളിൽ 3 പദം അന്യഭാഷയിൽ നിന്നും അറബിയിലേക്ക് വന്നതാണ്. ഒറിജിനൽ അറബി പദമല്ല, അന്യഭാഷയിൽ ഉപയോഗിക്കപ്പെട്ടതാണ്. അത് അറബിയിൽ വന്നതിന് ശേഷം പിന്നെ അറബികൾ അതിനെ അറബുവൽക്കരിച്ചു. അറബിൻ്റെ വസിനിലേക്കും അറബി എന്താ പറയുക, മറ്റു പദങ്ങളുടെ ഒക്കെ പോലെ ഇതിന് ഫതഹും കസ്റൊക്കെ കൊടുത്തിട്ട് ഇതിനെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഇത് അറബി പദമല്ല. ഏതാണ് ഈ 4 എണ്ണത്തിൽ? ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ 3 എണ്ണവും അന്യഭാഷയിൽ നിന്ന് അറബിയിലേക്ക് വന്നതാണ്. എന്ന് വെച്ചാൽ 3ഉം ഫാരിസി പദങ്ങളായിരുന്നു. പിന്നെ അത് അറബ് വൽക്കരിച്ചതാണ്. അറബ് വൽക്കരിക്കും, അറബീൻ്റെ വസനിലേക്കും ഇതിലൊക്കെ അതിനെ എന്താ പറയുക കസ്റ്റമൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ സുന്ദുസ്, ഇത് 3ഉം ഖുർആനിൽ വന്ന പദങ്ങളാണ്. തോഗൂത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 പദങ്ങളും ഖുർആനിലുള്ളതാണ്. ഇതിൽ സുന്ദുസ് എന്ന് പറയുന്നത് അൽ ഹരീറുൽ അല്യൻ, നല്ല മിനുസമുള്ള പട്ടിനാണ് സുന്ദുസ് എന്ന് പറയാം. സുന്ദുസ് ഖുർആനിലുള്ളതാണ്. സ്വർഗത്തിലെ പട്ടിനെ വിശേഷിപ്പിക്കുന്ന സ്ഥലത്ത് അൽ ഹരീറുൽ അല്യൻ അല്ലെങ്കിൽ അൽ ഹരീറുർ റഖീഖ്, നല്ല ലോലമായ സോഫ്റ്റ് കോട്ടൺ. സഞ്ചബീൽ എന്ന് പറയുന്നത് ഇഞ്ചി, ജിഞ്ചർ. ഇഞ്ചിക്ക് പറയുന്നതാണ് സഞ്ചബീൽ. ഒരു ഹദീസിൽ ഒരു സീറയിൽ കാണുന്ന ഒരു സംഭവമാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഒരു രാജാവ് നബിയുടെ അടുത്തേക്ക് വരികയും നബിക്ക്
സഞ്ചബീൽ കൊണ്ടുണ്ടാകിയ ഒരു പ്രത്യേക ഒരു വിഭവം സമ്മാനമായി നൽകിയോ എന്ന് സീറകളിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആദ്യ പ്രവാചകന്റെ കാലത്ത് തന്നെ അങ്ങോട്ട് പോവുകയും പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇസ്ലാം എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ആ ഒരു സംഭവം ഉദാഹരണം പറയപ്പെടാറുണ്ട്. അവിടെ പറയുന്നത് സഞ്ചബീൽ ഇഞ്ചി. ഇസ്തബറക്ക് എന്ന് പറയുന്നത് അൽ ഹരീറുൽ ഖലീൽ, പരുക്കൻ കോട്ടൺ. അൽ ഹരീറുൽ ഖലീൽ, കട്ടിയുള്ള പരുക്കനായ കോട്ടനാണ് ഇസ്തബറക്ക് എന്ന് പറയാം. ഇസ്തബറക്ക് മിൻ ഇസ്തബറക്കിൻ. ഇസ്തബറക്ക് എന്ന് ഇവിടെ എഴുതുന്ന സമയത്ത് ഈ ഹംസത്തുൽ ഖത്ത് ആണ് എന്ന് പറയാൻ കാരണം അറബിയിലുള്ള ഇസ്ത് എന്ന് വെച്ച് തുടങ്ങുന്ന എല്ലാ പദങ്ങളും ഹംസത്തുൽ വസ്ലാണ്. കാരണം ഇസ്തഫഅല രീതിയിൽ വരുന്ന മുഴുവൻ ഹംസയും ഹംസത്തുൽ വസ്ലായിട്ടാണ്. പക്ഷേ ഇസ്തബറക്ക് മിൻ ഇസ്തബറക്കിൻ എന്ന് ആ ഹംസ ഉച്ചാരണത്തിൽ പോകാൻ പാടില്ല. കാരണം ഇതാണ് കാരണം ഈ പദം ഒറിജിനൽ അത് അന്യഭാഷയിൽ നിന്ന് വന്നതാണ്. അറബിയിലുള്ള പദമാണെങ്കിൽ ഇസ്ത് കൊണ്ട് തുടങ്ങുന്നത് മുഴുവൻ ഹംസത്തുൽ വസ്ലാകുമായിരുന്നു. പക്ഷേ ഈ ഇസ്തബറക്കിൻ്റെത് മാത്രം ഹംസത്തുൽ ഖത്താണ്. കാരണം ഇത് ബേസിക്കലി ഒറിജിനലി അറബി അല്ല, അന്യഭാഷയിൽ നിന്ന് വന്നതാണ്. അവിടെ നിന്ന് വരുന്നത് അവിടെ ഈന്നുണ്ട്, അപ്പോൾ ഇവിടെയും ഈന്ന് വരണം. ഇസ്തബറക്ക് മിൻ ഇസ്തബറക്കിൻ അല്ലാത്ത സ്ഥലത്തൊക്കെ മിൻ ഇസ്തബറക്ക് എന്നാണ് പറയുക. ഇത് മാത്രം ഹംസത്തുൽ ഖത്താണ്. ഇസ്തു കൊണ്ട് തുടങ്ങുന്ന അറബിയിലുള്ള എല്ലാ പദങ്ങളും ഇസ്തഫഅല വസ്നിലുള്ള ഫീലുകൾ മുഴുവൻ ഹംസത്തുൽ വസ്ലാണ്. ഇത് ഓക്കെ. അപ്പോൾ ഇത് മൂന്നും അന്യഭാഷയിൽ നിന്ന് വന്നതാണ്. തോഗൂത്ത് എന്നതാണ് ശരിയായ ഉത്തരം. തോഗൂത്ത് എന്ന് പറഞ്ഞാൽ അക്രമകാരി എന്നതാണ്. തോഗി എന്നുള്ളതിൻ്റെ തോഗൂത്ത് എന്നുള്ള മറ്റൊരു രൂപമാണ് അത്തോഗി, അക്രമകാരി. അത്തോഗി എന്നതാണ് അതിൻ്റെ അർത്ഥം. അത്തോഗി, അക്രമകാരി എന്നതാണ് തോഗൂത്ത് എന്നതിൻ്റെ അർത്ഥം. ഓക്കെ. 74ാമത്തെ ചോദ്യം. റത്തിബ് അൽ മുനല്ലമാത്തി സിയാസിയ വൽ ഇസ്ലാമിയ അൽ മദ്കൂറാദിന. ഈ ഇസ്ലാമിക അറബ് സംഘടനകൾ ഹസ്ബ തർത്തീബി സമനി തഅസീസിഹ, അത് സ്ഥാപിത വർഷം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ക്രമപ്പെടുത്താനാണ്. ഈ സംഘടനകളെ കുറിച്ചൊക്കെ ഒരു ചോദ്യം മുമ്പ് വന്നിട്ടുണ്ട്. എന്നാലും വളരെ ചുരുക്കി പറയാം. മജ്ലിസു തആവുനുൽ ഖലീജി എന്ന് പറയുന്നത് GCC കൺട്രീസ്, ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ 6 രാജ്യങ്ങളാണ് ഉള്ളത്. 6 രാജ്യങ്ങൾ ഗൾഫ് 6 രാജ്യങ്ങളാണ്. അപ്പോൾ അവരുടെ ആ രാജ്യങ്ങളുടെ സംഘടനക്കാണ് GCC എന്ന് പറയുന്നത്. ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ UAE, സൗദി, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ്, ഈ 6 രാജ്യങ്ങളുടെ സംഘടനയാണ് മജ്ലിസു തആവുനുൽ ഖലീജി. പിന്നെ 1981 സ്ഥാപിതമാകുന്നത്. 1981 GCC സ്ഥാപിതമാകുന്നത്. സൗദി അറേബ്യയിലെ റിയാദാണ് ആസ്ഥാനം. സൗദിയുടെ ക്യാപിറ്റലാണ് റിയാദാണ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. ഓക്കെ. മഖർ. അപ്പോൾ 6 രാജ്യങ്ങളാണ് GCC. ജാമിഅത്തു ദുവലിൽ അറബിയ, അറബ് ലീഗ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അറബ് ലീഗ്, ജാമിഅത്തു ദുവലിൽ അറബിയ. അറബ് ലീഗിൽ 22 രാജ്യങ്ങളാണ് അംഗത്വമുള്ളത്. ആസ്ഥാനം കൈറോ ആണ്. ഈജിപ്തിലെ അൽ ഖാഹിറ കൈറോ ആണ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. ജാമിഅത്തു ദുവലിൽ അറബിയ 1945, ഈ കൂട്ടത്തിലെ ഏറ്റവും ആദ്യം സ്ഥാപിതമായത് ജാമിഅത്തു ദുവൽ അറബിയാണ്. എന്ന് വെച്ചാൽ UNO സ്ഥാപിതമാകുന്നതിന് മുമ്പ് 6 മാസം മുമ്പ് അറബ് ലീഗ് സ്ഥാപിതമായിട്ടുണ്ട്. മുനല്ലമത്തു തആവുനുൽ ഇസ്ലാമി OIC, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ OIC, മുനല്ലമത്തു തആവുൻ അൽ ഇസ്ലാമി. 57 മുസ്ലിം രാജ്യങ്ങളാണ് അംഗത്വമുള്ളത്. ഇത് 22 അറബ് രാജ്യങ്ങളായിരുന്നു, 57 മുസ്ലിം രാജ്യങ്ങൾ. പിന്നെ ജിദ്ദയാണ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. സൗദിയുടെ ജിദ്ദ ആണ് OICയുടെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. സ്ഥാപിതമാകുന്നത് 1969. ഫലസ്തീൻ ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് സ്ഥാപിതമാകുന്നത്. പിന്നെ മുനല്ലമത്തു ദുവൽ അൽ മുസദ്ദിറ ലിൽ പെട്രോൾ എന്നായിരിക്കും ചില സ്ഥലത്ത് കാണുന്ന, ചില സ്ഥലത്ത് നഫത്ത് എന്ന് കാണും. നഫത്ത് എന്ന് പറഞ്ഞാൽ പെട്രോൾ, ഇന്ധനം, ഓയിൽ. അപ്പോൾ അന്നഫ്ത് അല്ലെങ്കിൽ പെട്രോൾ രണ്ടും പറയാറുണ്ട്. മുനല്ലമത്തു ദുവൽ അൽ മുസദ്ദിറ ലി നഫ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ചുരുക്കി പറയുന്നത് ഒപെക് എന്നാണ്. ഒപെക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. മുനല്ലിമത്തു ദുവൽ അൽ മുസദ്ദിറ എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ പെട്രോൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടന. ഒപെക് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, ഓർഗനൈസേഷൻ ഓഫ് ദ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നുള്ളതാണ്. ഒപെക് എന്നുള്ളതാണ് അതിൻ്റെ ചുരുങ്ങ. അറബിയിൽ അതിനെ ഓപെക് എന്നിങ്ങനെ എഴുതാറുണ്ട്. ഒപെക് അങ്ങനെ അറബിയിൽ അതിനെ ചുരുക്കി എഴുതുകയും ചെയ്യും. 13 രാജ്യങ്ങളാണ് ഇതിൽ അംഗത്വമുള്ളത്. ഒപെക്കിൽ 13 രാജ്യങ്ങളാണ് അംഗത്വമുള്ളത്. പിന്നെ അതിൻ്റെ മക്കർ ഹെഡ്ക്വാർട്ടേഴ്സായി പ്രവർത്തിക്കുന്നത് ഓസ്ട്രിയയിലെ ഫിയന്നയാണ് അതിൻ്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. ഫിയന്ന, നംസ എന്ന് പറയാം, ഓസ്ട്രിയ, അന്നംസ. ഓസ്ട്രിയയിലെ വിയന്നയാണ് അതിലെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതൊരു അറബ് രാജ്യങ്ങളൊക്കെ ഈ പെട്രോൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജീവിക്കുന്ന രാജ്യങ്ങളായതുകൊണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട വരുമാനം പെട്രോൾ മാർഗ്ഗമായതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സംഘടനയിൽ അധിക അറബ് രാജ്യങ്ങളും ഇതിലുണ്ട്. മൊത്തം 13 കൺട്രീസാണ് അതിൽ അംഗത്തുള്ളത്. 1960 ഒപെക് സ്ഥാപിതമാകുന്നത്. 1960. ഇനി ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇത് സ്ഥാപിതമായ വർഷം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില ഡാറ്റയാണ് നമ്മളിവിടെ നൽകിയിട്ടുള്ളത്. ഇനി വർഷം നോക്കുന്ന സമയത്ത് ആദ്യം ജാമിഅത്തു ദുവൽ അറബിയ ബ എന്നുള്ളത് ഫസ്റ്റ് വരണം. അപ്പോൾ ഈ 2 ഓപ്ഷൻ ബാക്കി 2 നമുക്ക് കട്ട് ചെയ്യാം. ബ എന്നത് ഫസ്റ്റ് ഓപ്ഷനിൽ വന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒപെക്കാണ്. ഒപെക്ക് ദാൽ രണ്ടാമത് വരണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. പിന്നെ അപ്പോൾ ബ വന്നു, പിന്നെ ദാല് വന്നു, ഒപെക്ക് വന്നു, പിന്നെ അതിനുശേഷം OIC ജീം വന്നു. അവസാനമാണ് മജ്ലിസു തആവുൻ ഖലീജി വരുന്നത്. എഴുപത്തിയഞ്ചാമത്തെ ചോദ്യം, ലൈസ മിൻ മുഅല്ലഫാത്ത് ഇബ്നു ഖുതൈബ. ഇബ്നു ഖുതൈബയുടെ ഗ്രന്ഥങ്ങളിൽ പെടാത്തത് ഏത്? ഇബ്നു ഖുതൈബ ദീനവരിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലതവണ. അദ്ദേഹത്തിൻ്റെ നഖ്ദിലുള്ള ഗ്രന്ഥങ്ങൾ അദബുൽ കാത്തിബ് പരാമർശിക്കപ്പെട്ടിരുന്നു. അദബുൽ കാത്തിബിനെ കുറിച്ചാണ് ഇബ്നു ഖൽദൂന് ഉസൂലുൽ അദബിൻ്റെ അടിസ്ഥാനപരമായ 4 ഗ്രന്ഥങ്ങൾ ഇതിനെ കൂടുതൽ അദബുൽ കാത്തിബ് വേണ്ടിയിട്ടുണ്ട്. അശ്ശഅറു വശ്ശുഅറാ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായിരുന്നു നഖ്ദിലുള്ള. പിന്നെ ഉയൂനുൽ അഖ്ബാർ ഇതും ഇബ്നു ഖുതൈബയുടെ ഗ്രന്ഥമാണ്, ചരിത്ര പുസ്തകമാണ്. അപ്പോൾ ഇത് 3ഉം ഇബ്നു ഖുതൈബയുടെ ഗ്രന്ഥമാണ്. കൂട്ടത്തിൽ പെടാത്തത് ലതായിഫുൽ മആരിഫ് എന്നുള്ള ഗ്രന്ഥമാണ്. ഇബ്നു ഖുതൈബയെ പറയുന്ന സമയത്ത് ഇബ്നു ഖുതൈബ ദീനവരി എന്നാണ് പറയുക. ദീൻവർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അദ്ദേഹം ഖാദി ആയിരുന്നു. അതുകൊണ്ടാണ്, അവിടെ ജനിച്ചതുകൊണ്ടല്ല, ഖാദി ദീനവർ, അവിടെ അദ്ദേഹം ഖാദിയായി നിശ്ചയിക്കപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തിനെ പറയുന്നത്. ഇബ്നു ഖുതൈബയെ കുറിച്ച് പറയുന്നത് ഖതീബു അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഖതീബാണ് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഇബ്നു തൈമിയ പറയുന്നുണ്ട്. ഖതീബു അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് വെച്ചാൽ ജാഹിലിൻ്റെ ഒക്കെ ഒരു സമകാലക്കാരനാണ് ഇബ്നു ഖുതൈബ. അഹ്ലുസുന്നത്തി വൽ ജമാഅ. ജാഹിൽ മുഅ്തസിലി ആശയത്തിന് വേണ്ടിയിട്ട് ധാരാളം ശബ്ദിച്ച ഒരാളായിരുന്നു. അപ്പോൾ മുഅ്തസിലികളുടെ ഒരു സാഹിത്യകാരൻ എന്നുള്ള രീതിയിൽ ജാഹിൽ അറിയപ്പെട്ടിരുന്ന സമയത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പ്രഭാഷകൻ എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടത് ഇബ്നു ഖുതൈബ ദീനവരിയായിരുന്നു. ഇദ്ദേഹം ഇമാം ബുഖാരി മുസ്ലിം എന്നിവരുടെ അധ്യാപകനാണ്. ഉസ്താദുൽ ബുഖാരി വ മുസ്ലിം റഹിമഹുമുല്ലാ. ബുഖാരിയുടെയും ഇമാം മുസ്ലിം അവരുടെയൊക്കെ അധ്യാപകനാണ് ദീനവരി. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഇമാം ഷാഫിഈ. ഇദ്ദേഹം ഇമാം ഷാഫിഈ എന്നിവരുടെ ശിഷ്യൻ കൂടിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുഖാരി മുസ്ലിം എന്നിവരുടെ അധ്യാപകനാണ്. അപ്പോൾ ഈ ബുഖാരി മുസ്ലിം ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്. പിന്നെ ഇമാം ഷാഫിഈ ഇദ്ദേഹത്തിൻ്റെ അധ്യാപകനാണ്. തിൽമീദുൽ ഇമാം അഷ്ഷാഫിഈ. ഇമാം ഷാഫിഈയാണ് ഇവരുടെയൊക്കെ മുന്നേ ആദ്യം ഹിജ്റ 150 അദ്ദേഹം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ് ഇബ്നു ഖുതൈബ. ഇബ്നു ഖുതൈബയുടെ ശിഷ്യന്മാരാണ് ബുഖാരി ഇമാമും മുസ്ലിം ഇമാമും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഒരു ഭാഗത്ത് മുഅ്തസിലികൾക്ക് ജാഹിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പുറത്ത് പാരലലായിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഖതീബ് എന്നുള്ള രീതിയിൽ ഇബ്നു ഖുതൈബ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇബ്നു ഖുതൈബയെ കുറിച്ചാണ്
അപ്പോൾ അദ്ദേഹത്തിന്റെ 3 ഗ്രന്ഥങ്ങളാണ് ഉയൂനുൽ അഖ്ബാറും അദബുൽ കാത്തിബും അശ്ശഉറു വശുറാവും. ലതായിഫുൽ മആരിഫ് എന്നുള്ള ഗ്രന്ഥം വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അത് ഇബ്നു റജബുൽ ഹംബലി, ഇബ്നു റജബ് എന്ന് പറയുന്ന പണ്ഡിതൻ ഹംബലി മദ്ഹബുകാരനാണ്, അൽ ഹംബലി. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് ലതായിഫുൽ മആരിഫ് എന്ന് പറയുന്നത്. 795 ഹിജ്റയിലാണ്, അത്രയും ലേറ്റസ്റ്റ് ആണ് ഇദ്ദേഹം. പിന്നെ ഇബ്നു ഖുതൈബ 276 വഫാത്താകുന്നത്, ഹിജ്റ 276. അതേസമയം ഇബ്നു റജബ് 795. ഈ ഒരു ഗ്രന്ഥം ലതായിഫുൽ മആരിഫ് എന്നുള്ള ഗ്രന്ഥം ഫളായിലു ശുഹൂരി വൽ അയ്യാം, ഓരോ മാസം, ദിവസങ്ങൾ, വിശേഷ സമയങ്ങളൊക്കെ ഫളീലത്തുകൾ പറയുന്ന ഒരു ഗ്രന്ഥമാണ്. ഫളായിലു ശുഹൂർ വൽ അയ്യാം. അടുത്ത ചോദ്യം, 76ാമത്തെ ചോദ്യം. റത്തിബിൽ മദാരിസ് അൽ അദബിയ്യ അൽ ഹദീസ, ആധുനിക കാലത്തുള്ള മദ്രസ, ലിറ്റററി സ്കൂൾസ്, അത് സനത തഅസീസിഹ, സ്ഥാപിത വർഷം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിനെ ക്രമീകരിക്കാനാണ്. അസ്ബത്തുൽ അന്ദുലുസിയാണ്, മദ്രസുദ് ദീവാൻ അപ്പോഴുണ്ട്, റാബിത്തത്തുൽ ഖലമിയ്യുണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നും വളരെ ചുരുങ്ങിയ രീതിയിൽ വിശദീകരിച്ചു കൊണ്ടുപോകാം. ഒന്ന് റാബിത്തത്തുൽ ഖലമിയ്യ. റാബിത്തത്തുൽ ഖലമിയ്യ, റാബിത്തത്തുൽ ഖലമിയെ കുറിച്ചും ചോദ്യം UGC പരീക്ഷയിലെ ഒരു ചോദ്യം ഏറ്റവും ചുരുങ്ങിയത് ഒന്നെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. റാബിത്തത്തുൽ ഖലമിയ്യ. റാബിത്തത്തുൽ ഖലമിയ്യ, ഓക്കെ, അൽ അംരീക്ക ഷിമാലിയ, നോർത്ത് അമേരിക്കയിലുള്ള സാഹിത്യകാരന്മാർ ചേർന്നിട്ടുണ്ടാക്കിയതായിരുന്നു. 1920 റാബിത്തത്തുൽ ഖലമിയ്യ, 1920 റാബിത്തത്തുൽ ഖലമിയ്യ സ്ഥാപിക്കുന്നത്. ഓക്കെ, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ആയിരുന്നു അതിൻ്റെ റഈസുൽ അവൽ ജിബ്രാൻ. പിന്നെ ജിബ്രാൻ്റെ ശേഷം ജിബ്രാൻ ഉണ്ടാകുന്ന സമയത്ത് അതിന് നായിബ് മിഖായിൽ നഈമയായിരുന്നു, മിഖായിൽ നഈമ. റാബിത്തത്തുൽ ഖലമിയ്യ നമ്മുടെ അദബുൽ മഹ്ജറിലെ പ്രധാനപ്പെട്ട ഒന്നാണ്. അദബുൽ മഹ്ജർ പലായന സാഹിത്യത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഘടനയാണ് റാബിത്തത്തുൽ ഖലമിയ്യ. അമേരിക്ക ഷിമാലി, നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ US, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒക്കെ വരുന്ന ആ ഭാഗത്തിനാണ് അമേരിക്ക ഷിമാലിയ എന്ന് നമ്മൾ പറയുന്നത്. അവിടെയാണ് ജിബ്രാനും മിഖായിലൊക്കെ. അതേസമയത്ത് ഇനി അൽ അസബത്തുൽ അന്ദുലുസിയ, അൽ അസബത്തുൽ അന്ദുലുസിയ, ഇത് അമേരിക്ക ജനൂബിയയിലായിരുന്നു, സൗത്ത് അമേരിക്ക എന്ന് വെച്ചാൽ ബ്രസീൽ, അർജന്റീന ഒക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശത്ത്. അമേരിക്കൽ ജനൂബിയ, സൗത്ത് അമേരിക്ക, ബ്രസീൽ, അർജന്റീന, ചിലി, ഈ പ്രദേശത്തായിരുന്നു അൽ അസബത്തുൽ അന്ദുലുസിയ. പിന്നെ 1933 സ്ഥാപിതമാകുന്നത്. 1933 മിഷേൽ മാലൂഫ് ആയിരുന്നു അതിൻ്റെ സ്ഥാപകൻ. മിഷേൽ മാലൂഫ്. പിന്നെ മാലൂഫ് എന്നുള്ള പേരുള്ള ധാരാളം ആളുകളുണ്ട്. ഫൗസി മാലൂഫ് എന്നൊക്കെ വരുന്ന അവരൊക്കെ അസബത്തുൽ അന്ദുലുസിയിൽ ഉൾപ്പെടുന്ന ആളുകളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ നായിബായിട്ടുണ്ടായിരുന്ന ദാവൂദ് ഷക്കൂർ, ഇദ്ദേഹമായിരുന്നു നായിബുർ റഈസ് ആയിട്ടുണ്ടായിരുന്നത്. അൽ അസബത്തുൽ അന്ദുലുസിയ. ഇനി അപ്പോൾ ഇവ രണ്ടും അദബുൽ മഹ്ജറിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 സംഘടനകളാണ് റാബിത്തത്തുൽ ഖലമിയ്യയും അൽ അസബത്തുൽ അന്ദുലുസിയയും. അപ്പുറത്ത് ഇനിയുള്ളത് മദ്രസത്തു ദീവാനും മദ്രസത്ത് അപ്പോള. മദ്രസത്ത് ദീവാൻ, ബാസുൽ ഇഹ്യാ, മദ്രസത്തു അപ്പോള എന്ന് പറയുന്ന വേറെയും കുറച്ച് സാഹിത്യ പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. അതിലെ ഒന്ന് മദ്രസത്തു ദീവാൻ. ദീവാൻ എന്ന് പറയുന്നത് 3 ആളുകൾ കൂടി ചേർന്നിട്ടുണ്ടായിരുന്ന ഒരു സാഹിത്യ സംഘടനയായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവിതയെ പരിഷ്കരിക്കണം എന്നുള്ള ആവശ്യപ്രകാരം മദ്രസത്തു ദീവാൻ 1921 അക്കാദ് മാസിനി ഷുക്കിരി, അൽ മാസിനി ഷുക്കിരി, ഇവർ 3 പേരും തുടങ്ങിയതായിരുന്നു ദീവാൻ. ഇവര് അദ്ദീവാനു ഫിൽ അദബി വന്നഖ്ദ് എന്നുള്ളൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അദ്ദീവാനു ഫിൽ അദബി വന്നഖ്ദ്. ആ പുസ്തകം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പിന്നെ അവർക്ക് ആ പേര് ലഭിക്കുന്നതും.
2 വോളിയം ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ വോളിയം കവിതയെ നിരൂപിച്ചുകൊണ്ട് മാസിനിയും പിന്നെ മറ്റ് അക്കാദ് കവിതയല്ലാത്ത നെസറിനെ നിരൂപിച്ചുകൊണ്ടുള്ള രണ്ടാമത്തെ വോളിയം. ഈ 2 വോളിയുള്ള അദ്ദീവാൻ 2 വോളിയേഴ്സ് ആയിരുന്നു അതുണ്ടായിരുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം തജ്ദീദു ഷിഅറിൽ അറബി, അറബി പഴയ ശൈലികളൊക്കെ മാറിയിട്ട് വസ്നുകളൊക്കെ മാറ്റിയിട്ട് തജ്ദീദു ഷിഅറിൽ അറബി, അറബി കവിതയെ പരിഷ്കരിക്കണം. ഓക്കെ, മദ്രസത്തു ദീവാൻ. ഇനി ഒന്നുകൂടെ ഉള്ളത് മദ്രസത്തു അപ്പോളോ. അപ്പോളോ എന്ന് പറയുന്നത് ഗ്രീക്ക് ദേവതയുടെ പേരാണ്, മദ്രസത്തു അപ്പോളോ. ആ ഗ്രീക്ക് ദേവതയിൽ നിന്നും ആ പേരിൽ നിന്നും തഅ്സീർ സ്വാധീനിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പേരും ഇതൊക്കെ തുടങ്ങുന്നത്. 1932 1932 അഹ്മദ് സക്കി അബൂഷാദി, അഹ്മദ് സക്കി അബൂഷാദി കവിതയെ പരിഷ്കരിക്കണം എന്നുള്ള ആശയത്തിൽ തന്നെയാണ് ഇവരുണ്ടായിരുന്നത്. അഹ്മദ് സക്കി അബൂഷാദി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിക്കുന്നത്. സഹീഫത്ത് അപ്പോളോ, അപ്പോളോ എന്നുള്ള പേരിൽ ഒരു പത്രം അവർ പ്രസിദ്ധീകരിച്ചിരുന്നു, സഹീഫത്ത് അപ്പോളോ എന്ന പേരിൽ. പിന്നെ അൽ ഇലാഹുൽ ഇഗ്രീക്ക്, ഗ്രീക്ക് ദേവൻ്റെ പേരായിരുന്നു ഈ അപ്പോളോ എന്ന് പറയുന്നത്. അതാണ് സംഘടനയുടെ പേരാക്കി എടുക്കുകയും ചെയ്തത്. ഖലീൽ മുത്രാനായിരുന്നു ഇവരുടെ അൽ അബുർ റൂഹി, ആത്മീയ, നമ്മുടെ ഇന്ത്യയുടെ അബു എന്നൊക്കെ മഹാത്മാഗാന്ധിജി വിശേഷിപ്പിക്കുന്ന പോലെ തന്നെ ഖലീൽ മുത്രാൻ ഇതിൻ്റെ അൽ അബുർ റൂഹി ആത്മീയ പിതാവായിട്ട് ഖലീൽ മുത്രാനെയാണ് പ്രതിഷ്ഠിച്ചിരുന്നത്. ഖലീൽ മുത്രാൻ നമുക്കറിയാം ഷാഇറുൽ ഖുത്രൈൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഖലീൽ മുത്രാനായിരുന്നു അപ്പോളോ സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട ആളായിട്ട് അവരോധിച്ചിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സംഘടനയെക്കുറിച്ച് വളരെ ബ്രീഫായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി ഇത് സ്ഥാപിത വർഷ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുന്ന സമയത്ത് ആദ്യം റാബിത്തത്തുൽ ഖലമിയാണ്, ദാൽ ആദ്യം വരണം. ഓക്കെ, ദാൽ ആദ്യം ഒന്ന് ഓപ്ഷൻ 4 കിട്ടി. നമ്മൾ നെറ്റ് പരീക്ഷയിലാകുന്ന സമയത്ത് നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. ഈ ഡാറ്റ നമുക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ റാബിത്തത്തുൽ ഖലമിയ ദാൽ എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സെർച്ച് ചെയ്യാത്ത നമുക്ക് ആൻസറിലേക്ക് എത്തിപ്പെട്ടു. പിന്നെ മദ്രസത്തു ദീവാനാണ് ബ. പിന്നെ 32 മദ്രസത്തു അപ്പോളയാണ്. അന്തുലുസിയ 33 77ാമത്തെ ചോദ്യം, റത്തിബിൽ അയാദൽ വതനിയ ലിദ്ദുവലിൽ മദ്കൂറ അദിന. താഴെയുള്ള രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളുടെയൊക്കെ ദേശീയ ദിനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ ഡേ, അത് ജനുവരി മുതൽ ഡിസംബർ എന്നുള്ള ആ ഒരു ക്രമത്തിൽ ഇവയെ ക്രമീകരിക്കാനാണ്. അപ്പോൾ സപ്പോസ് ഖത്തർ ഡിസംബറിലാണ് നാഷണൽ ഡേ ആഘോഷിക്കുന്നത്, പിന്നെ ഫെബ്രുവരിയിൽ ആഘോഷിക്കുന്നുണ്ട് കുവൈത്ത്. അപ്പോൾ അത് ക്രമത്തിൽ ആ ഓർഡറിൽ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഓരോന്നും ആദ്യം പെട്ടെന്നൊന്നും ചുരുക്കി പറയാം. ഖത്തറിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ് ഖത്തർ നാഷണൽ ഡേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്താരാഷ്ട്ര അറബി ദിനമാണ് ഖത്തറിൻ്റെയും നാഷണൽ ഡേ. ഡിസംബർ 18 ഖത്തറിൻ്റെയും നാഷണൽ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. 18 ഡിസംബർ ഖത്തർ സ്ഥാപിച്ചതിൻ്റെ സ്മരണയിലാണ് ഈ ഡിസംബർ 18 1878 ഖത്തർ സ്ഥാപിതമായതിൻ്റെ ഓർമ്മയിലാണ് ഈ ഡിസംബർ 18 പറയുന്നത്. ഈ ഖത്തർ എന്ന് നമ്മൾ എഴുതുന്ന സമയത്ത് ദൗലത്തു ഖത്തർ, ഓരോ രാജ്യത്തിനും അതിൻ്റെതായ ഒരു പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൗലത്തു ഖത്തർ എന്നതാണ് ഖത്തറിൻ്റെത്. മംലക്കത്തുൽ ബഹ്റൈൻ അതങ്ങനെ പറയാം, സൽത്തനത്തു ഒമാൻ അങ്ങനെ വരാവൂ. ഓക്കെ, അപ്പോൾ ഖത്തർ സ്ഥാപിച്ചത് 1878 ഷെയ്ഖ് ജാസിം ബിൻ മുഹമ്മദ് ആലുസാനി അദ്ദേഹമാണ് അത് സ്ഥാപിച്ചത്. പിന്നെ മുഅസ്സിസ് സ്ഥാപകനാണ്. നിലവിലുള്ള ഖത്തർ ഭരണാധികാരി തമീം ബിൻ അഹമ്മദ്. നിലവിൽ അദ്ദേഹം വളരെ യങ്ങാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഹമദ് ജീവിച്ചിരിപ്പുണ്ട്. ആ സമയത്താണ് അദ്ദേഹത്തിലേക്ക് ഭരണം മാറിക്കൊടുക്കുന്നത്. തമീം ബിൻ അഹമ്മദ് ആലുസാനി. ഇതിനകത്ത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായും. ഈ ആലുസാനി എന്ന് പറയുന്ന കുടുംബമാണ് ഖത്തർ ഭരണം നടത്തുന്നത്. അപ്പോൾ ഖത്തറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ബ്രീഫ് കാര്യങ്ങളാണ്. ഇനി ഖത്തർ
പിന്നെ കുവൈത്തിലേക്ക് വരാം. കുവൈത്ത്, കുവൈത്തിനും ദൗലത്ത് തന്നെ പറയുന്നു, ദൗലത്തുൽ കുവൈത്ത്. കുവൈത്തിൻ്റെ നാഷണൽ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് ഫെബ്രുവരി 25 ആണ്. ഫെബ് 25-നാണ് കുവൈത്തിൻ്റെ നാഷണൽ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. 1961 ബ്രിട്ടീഷിൽ നിന്നും സ്വാതന്ത്ര്യം, ദിക്ര ഇസ്തിഖ്ലാൽ മിൻ ബരീത്താനിയ, ദിക്ര ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യ ദിനം ലഭിച്ചത്. നമ്മളിപ്പോൾ ഇന്ത്യയുടെ നാഷണൽ ഡേ ആയിട്ട് ഓഗസ്റ്റ് 15 ആഘോഷിക്കുന്നത് ബ്രിട്ടീഷിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ പേരിലാണ്. ബരീത്താനിയ, ബ്രിട്ടീഷിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ സ്മരണയിലാണ്. 1961 ലഭിച്ചത്. ഫെബ്രുവരി 25-നാണ് ആഘോഷിക്കുന്നത്. ഫെബ്രുവരി 26-ന് തന്നെയായിരുന്നു പിന്നീട് 1992 ഇറാഖിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഫെബ്രുവരി 26-നാണ്. രണ്ടും സമാനമായ തീയതികളാണെന്നുള്ളത് ഒരു യാദൃശ്ചികതയായിരുന്നു. 25-ആണ് അവർ ആഘോഷിക്കുന്നത്. ഖത്തറിൻ്റെ മുഅസ്സിസ്, അതിൻ്റെ സ്ഥാപകനായിട്ടുള്ളത് മുബാറക് ബിനു സ്വബാഹ്, മുബാറക് ബിനു സ്വബാഹ് അസ്വബാഹ്. കുവൈത്തിൻ്റെ നിലവിലുള്ള ഭരണാധികാരി അഷേഖ് മിഷാലുൽ അഹ്മദ് അൽ ജാബിർ, നിലവിലുള്ള ഭരണാധികാരി അഷേഖ് മിഷാൽ അൽ അഹ്മർ അസ്വബാഹ്, അൽ ജാബിർ അസ്വബാഹ്. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, സ്വബാഹ് എന്നുള്ള ആലു സ്വബാഹ്, ഈ കുടുംബമാണ് കുവൈത്ത് ഭരണാധികാരം അവർക്കാണ്. കുവൈത്ത് ഭരണാധികാരികൾ അവരാണ്. അപ്പോൾ ഫെബ്രുവരി 25-നാണ് കുവൈത്തിൻ്റെ നാഷണൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 1961 ബ്രിട്ടീഷിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ പേരിൽ. 1992 ഇറാഖിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അത് ഫെബ്രുവരി 26-നായിരുന്നു. ഇനി അടുത്ത ഓപ്ഷൻ സൗദി. സൗദിയിലേക്ക് വരുന്ന സമയത്ത് സൗദിയുടെ നാഷണൽ ഡേ സെപ്റ്റംബർ 23 സെപ്റ്റംബറാണ്. 1932 സൗദി ഭരണകൂടം സ്ഥാപിതമായതിൻ്റെ ഓർമ്മയിലാണ് നാഷണൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സൗദി ഭരണകൂടം സ്ഥാപിച്ചത് അബ്ദുൽ അസീസ് ആൽ സൗദ്. കുറേ വ്യത്യസ്തമായി ചിന്നിച്ചിതറി കിടക്കുന്ന ചെറിയ രാജഭരണങ്ങളായിരുന്നു. അത് മുഴുവന് ഏകോപിപ്പിച്ചുകൊണ്ട് അബ്ദുൽ അസീസ് ആൽ സൗദ് അത് തൗഹീദുൽ മംലക, ഈ രാജ്യത്തെ ഏകീകരിച്ചത് 1932 ഏകീകരിച്ചതിൻ്റെ സ്മരണയിലാണ് സൗദി നാഷണൽ ഡേ ആഘോഷിക്കുന്നത്. അതിൻ്റെ സ്ഥാപകൻ അബ്ദുൽ അസീസ് ആൽ സൗദ് ആയിരുന്നു. നിലവിൽ സൗദിയുടെ ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് ആൽ സൗദ്. ഓക്കെ, അപ്പോൾ സൗദി ഭരണകൂടം ആൽ സൗദ് എന്നുള്ള കുടുംബം. അപ്പോൾ അവരുടെ ഭരണാധികാരിയുടെ പേരൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവസാനത്തിൽ ആൽ സൗദ് കാണാം. ഖത്തറിൻ്റെത് ആൽ സാനി, സ്വബാഹയിൽ നിന്ന് കുവൈത്തിൻ്റെതും കാണാം. ഇനി അടുത്ത് നെക്സ്റ്റ് ഓപ്ഷൻ ഒമാൻ, സൽത്തനത്ത് ഒമാൻ എന്നാണ്. അമാൻ എന്നുള്ള അമ്മാൻ എന്ന് ജോർദാൻ്റെ ക്യാപിറ്റൽ സിറ്റിക്കാണ് അമ്മാൻ എന്ന് പറയുന്നത്. ഒമാൻ, അതുകൊണ്ട് തന്നെ രണ്ടും കൺഫ്യൂഷനായി മാറിപ്പോകുന്നതിന് അതിന് മുകളിൽ ലൊമ്പിടുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ഒമാൻ നവംബർ 20 നവംബർ 20 ഒമാൻ നാഷണൽ ഡേ 20 നവംബർ 18 പിൻകാലത്ത് ഹൈസം എന്നുള്ള ഭരണാധികാരി അദ്ദേഹമായിരുന്ന സമയത്ത് അദ്ദേഹം മാറ്റിയതാണ്. ഹൈസം നിലവിലുള്ള ഭരണാധികാരി ഹൈസം ബിൻ താരിഖ് അദ്ദേഹം മാറ്റിയിട്ട് നവംബർ 20 ആക്കിയതാണ്. ഓക്കെ, അപ്പോൾ അത് ബിദായത്തു ഹുക്മി ബൂസഈദ് കുടുംബം ഒമാനിൽ ഭരണം തുടങ്ങിയതിൻ്റെ സ്മരണയിലാണ് നവംബർ 20 ഇത് ആഘോഷിക്കുന്നത്. അത് സ്ഥാപിച്ച ആള് ഒമാന് ഭരണകൂടം ബൂസഈദ് ഭരണം അവിടെ സ്ഥാപിച്ചു. പിന്നെ അതിനുശേഷം ഒമാനിൻ്റെ മുഅസ്സിസ് ഒമാൻ അൽ ഹദീസ, മോഡേൺ ഒമാൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് മുഅസ്സിസ് ഒമാൻ അൽ ഹദീസ, മോഡേൺ ഒമാൻ്റെ സ്ഥാപനമായി അറിയപ്പെടുന്നത് 2020 ആണെന്ന് തോന്നുന്നു മരണപ്പെട്ടുള്ള ഖാബൂസ് ബിൻ സഈദ്, സുൽത്താൻ ഖാബൂസ് ആണ്
ബിൻ സഈദ്, അദ്ദേഹമാണ് ഒമാനിൻ്റെ ആധുനിക ഒമാനിൻ്റെ ഭരണാധികാരിയായി അറിയപ്പെടുന്നത്. നിലവിലുള്ള ഹാക്കിം ഹൈതം ബിൻ ത്വാരിഖ്, അദ്ദേഹമാണ് ഒമാൻ്റെ നിലവിലുള്ള ഭരണാധികാരി. അദ്ദേഹമാണ് നവംബർ 18 നാഷണൽ ഡേ നവംബർ 20 മാറ്റിയത്. ഹൈതം ബിൻ ത്വാരിഖ് അൽ ബൂസഈദി. അപ്പോൾ ബൂസഈദ് എന്നുള്ളതായിരിക്കും ഒമാനിലുള്ള ഭരണാധികാരികളുടെ പേരായിട്ട് വരുന്നത്. ഇനി അൽ ഇമാറാത്ത് UAE നമ്മുടെ ഓപ്ഷനിൽ ഇല്ലാത്തതാണ്, എന്നാൽ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അൽ ഇമാറാത്ത് UAE എന്ന് പറയുന്നത് 7 എമിറേറ്റ്സുകൾ കൂടിയിട്ടുള്ള ഒരു രാജ്യമാണ് UAE. അബുദാബി, ദുബൈ, അജ്മാൻ, റാസൽ ഖൈമ, ഉമ്മുൽ ഖുവൈൻ, ഈ 7 പ്രൊവിൻസസ്, 7 എമിറേറ്റ്സ്, സബഉ ഇമാറാത്ത് ചില സ്ഥലത്തൊക്കെ ചോദിക്കാറുണ്ട്. 7 എമിറേറ്റ്സ് കൂടിയിട്ടുള്ള ഒരു രാജ്യമാണ് അൽ ഇമാറാത്ത്. ദൗലത്തുൽ ഇമാറാത്ത് അൽ മുത്തഹിദ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ദൗലത്തുൽ ഇമാറാത്തിൽ മുത്തഹിദ. പിന്നെ 1971 ഡിസംബർ 2 ഈ എല്ലാ ഭരണാധികാരികളും ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടാകുന്നതിന് ഒപ്പുവെച്ചതിൻ്റെ ഓർമ്മയിലാണ്, 1971 ഉണ്ടായത്. അതിൻ്റെ ഓർമ്മയിലാണ് നാഷണൽ ഡേ ആയിട്ട് ഡിസംബർ 2 ആഘോഷിക്കുന്നത്. സ്ഥാപകൻ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ. ഷെയ്ഖ് സായിദ് റോഡൊക്കെ അവിടെ കാണാം. ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ ആലു നഹിയാൻ. ഈ ആലു നഹിയാൻ കുടുംബമാണ് അവിടുത്തെ ഭരണാധികാരിയായിട്ടുണ്ട്. ആലു നഹിയാൻ. പിന്നെ നിലവിലുള്ള ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദാണ് നിലവിൽ UAEയുടെ ഭരണാധികാരി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UAE 7 എമിറേറ്റ്സ് ആണ് നേരത്തെ പറഞ്ഞു. അതിൽ എപ്പോഴും അബുദാബിയുടെ ഭരണാധികാരി, ഓരോ എമിറേറ്റ്സിനും ഓരോ ഭരണാധികാരിയാണ്. അബുദാബിയുടെ ഭരണാധികാരി ആയിരിക്കും UAEയുടെ പ്രൈം മിനിസ്റ്റർ, റയീസുൽ വുസറ അബുദാബിയുടെ ഭരണാധികാരിയായിരിക്കും. ദുബൈയുടെ ഭരണാധികാരിക്കും നായിബ് റയീസുൽ വുസറ ദുബൈയുടെ ഭരണാധികാരിയായിരിക്കും. നിലവിൽ മുഹമ്മദ് ബിൻ സായിദാണ്, ഷെയ്ഖ് സായിദാണ് ഇത് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ചോദ്യത്തിലുണ്ടായിരുന്നത് ഈ രാജ്യങ്ങൾ നാഷണൽ ഡേ ആഘോഷിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്താനായിരുന്നു. ഓക്കെ, അപ്പോൾ ജനുവരിയിലാണ് കുവൈത്ത് ജനുവരി. അപ്പോൾ ആദ്യം വരേണ്ടത് ബായാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ കുവൈത്ത് കഴിഞ്ഞ് പിന്നെ സെപ്റ്റംബറിലാണ് സൗദി ജീം. സെപ്റ്റംബർ കഴിഞ്ഞ പിന്നെ നവംബറിലാണ് ഒമാൻ ദാല്, നവംബറിലാണ്. ഖത്തർ ഡിസംബറിലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇനി ഖത്തറിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കൽ നിർബന്ധമായ ഒരു കാര്യമാണ്, ഇൻ്റർനാഷണൽ അറബിക് ഡേ ആയതുകൊണ്ട്. അപ്പോൾ ഖത്തറിൻ്റെ അവസാനത്തേതാണ് ഡിസംബറിലാണെന്ന് അറിയുമെങ്കിൽ പിന്നെ അവസാനത്തെ ഡിസംബർ നോക്കുക, പിന്നെ അതിന് തൊട്ട് മുമ്പ് അങ്ങോട്ടും പോകാവുന്നതാണ്. ഓക്കെ, ജാഹിലി കാലഘട്ടത്തിലുള്ള ഒരു ചോദ്യമാണ്, അങ്ങോട്ട് മടങ്ങിപ്പോകാം. 78ാമത്തെ ചോദ്യം, മുഅല്ലഖത്തു സുഹൈർ ബിൻ അബി സുൽമയുടെ മുഅല്ലഖയെക്കുറിച്ച് താഴെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. സുഹൈർ ബിൻ അബി സുൽമയുടെ മുഅല്ലഖ, അമിൻ ഉമ്മി ഔഫാ ദിംനതുൽ ലം തകല്ലമി ബിഹൗമാനതി ദുർറാജി ഫൽമുതസല്ലിമി. അമിൻ ഉമ്മി ഔഫാ ദിംനതുൽ ലം തകല്ലമി ബിഹൗമാനത ദുർറാജി ഫൽമുതസല്ലമി. അപ്പോൾ മീമ് കൊണ്ട് അവസാനിക്കുന്നതാണ്, മീമ് കൊണ്ട് അവസാനിക്കുന്നതാണ്. ബഹ്റു തൊബീലാണ്, ഫൗലുൻ മഫായിലുൻ ഫൗലും, 64 വരികളാണുള്ളത്. അതുകൊണ്ട് ശരിയായ ഉത്തരം സുഹൈർ. ഇതൊക്കെ തെറ്റിച്ച് കൊടുത്തിട്ടുള്ള ഓരോ ഓപ്ഷനുകളാണ്. വസീത്ത് എന്ന് പറഞ്ഞൊരു ബഹ്റ ഇല്ല. ഓക്കെ, സുഹൈർ ബിൻ അബി സുൽമ. ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട 7 മുഅല്ലഖാത്തു സബഅ, അവർ ഓരോരുത്തരുടെയും കവിതയുടെ ഒരു ആദ്യത്തെ വരി നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചോദ്യങ്ങളിൽ മീമിയത്താണോ എന്നുള്ളതിന് ഉത്തരം കിട്ടും. ബഹ്റ ഏതാണെന്നുള്ളത് നമ്മൾ ആ വരിയൊന്ന് ഓർത്ത് നമുക്ക് അതിൻ്റെ ബഹറും കണ്ടെത്താൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മൾ ഓരോ കവിയുടെയും ആദ്യത്തെ വരി ഓർത്തിരിക്കുക. അപ്പോൾ ഇമ്രുൽ ഖൈസിൻ്റെത് ലാമിയത്താണ്. പിന്നെ തൊവീൽ, ബഹ്റു തൊവീലാണ്. ഖിഫാ നബിക്ക് മിൻ ദിക്റാ ഹബീബിൻ വ മൻസിലി ബിസ്ഖത്തിൽ ലിവാ ബൈന ദഖൂലി ഫഹൗമലി.
ഇനി സുഹൈറിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു സുഹൈറിൻ്റെ അത് മുത്തസല്ലിമി മീമാണ്. സുഹൈർ മീമാണ്, മീമിയത്താണ് ഖസീദ. പിന്നെ സുഹൈറിൻ്റെ അത് മെഗൻ തൊവീൽ ബഹർ തന്നെ. അമീൻ ഉമ്മി ഔഫാ ദിംനതുല്ലം തകല്ലമി ബിഹൗമാനതി ദുറാജി ഫൽ മുതസല്ലിമി. ഓക്കെ, മീമിയത്താണ്, തൊവീൽ തന്നെയാണ്. തൊവീലിലുള്ള ഒരാൾ കൂടെ ഉണ്ട്, മൂന്നാൾ. തൊറഫത്ത് ബിൻ ലാബിദ്, തൊറഫയുടേതും തൊവീൽ തന്നെയാണ്. തൊറഫയുടേതും തൊവീൽ തന്നെയാണ്, പക്ഷേ ദാലാണ്. لخولات أطلال ببرقات ثهمدي تلوح كباقي الوشم في ظاهر اليد دالان. لخولات أطلال ببرقات ثهمدي تلوح كباقي الوشم في ظاهر اليد يد ദാല് കൊണ്ട് അവസാനിക്കുന്നതാണ് തൊറഫയുടേത്. പിന്നെ അൻതറയിലേക്ക്, അപ്പോൾ ഈ മൂന്നും തൊവീലാണ്. ഇനി അൻതറത്ത് ബിൻ ഷദ്ദാദ് ഖുറയ അൻതറ വ അൻത ഹുർ. അൻതറയിലേക്ക് വരുമ്പോൾ അൻതറയുടേത് ബഹർ കാമിലാണ്. ഹൽ ഗാദറ ശുഅറാഉ മിൻ മുതറദ്ദിമി അം ഹൽ അറഫ്ത ദാറ ബഅദ തവഹുമി. അദ്ദേഹത്തിൻ്റെത് കാമിൽ ബഹറുൽ കാമിലാണ്, മീമിയത്താണ്, മീം. അൻതറയുടേത് മീം കൊണ്ട് തന്നെയാണ്, അൻതറയുടേത് മീമിയത്താണ്. അപ്പോൾ കാമിലിലെ അൻതറയുടേത് മാത്രമേ ഉള്ളൂ. ഇനി അംറുബിനു കുൽസൂമിൻ്റെത് അദ്ദേഹത്തിൻ്റെത് നൂന് കൊണ്ടാണ്, നൂനിയത്താണ്. അംറുബിനു കുൽസൂമിൻ്റെത് അൽ വാഫിർ. അൻതറ കാമിലാണ്, അംറുബിനു കുൽസൂമിൻ്റെത് വാഫിറാണ്. വാഫിർ മുഫാഅലത്തുൻ ഫഊലു. കാമിൽ മുത്തഫാഇലുൻ. അംറുബിനു കുൽസൂമിൻ്റെ വാഫിറാണ്. അലാ ഹുബ്ബി ബിസഹ്നികി ഫസ്ബഹീന വലാ തുബ്ഖി ഖുമൂറൽ അൻദരീന. നൂന് കൊണ്ട് അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അംറുബിനു കുൽസൂം. പിന്നെ അൽ ആയിഷയുടേത് ബസീത്താണ്, ലാമിയത്താണ്, ലാമ് കൊണ്ട് അവസാനിക്കുന്നതാണ്. ബസീത്ത്, ബഹർ ബസീത്ത്. മുസ്തഫഇലുൻ ഫാഇലുൻ മുസ്തഫഇലുൻ ഫാഇലുൻ മുസ്തഫഇലുൻ ഫാഇലുൻ മുസ്തഫഇലുൻ ഫാഇലുൻ വദ്ദിഅ ഹുറൈറത ഇന്നർ റക്ബ മുർതഹിലു എന്ന് പറയുന്നതാണ് ആയിഷയുടേത്. ഇനി അൽ ഹാരിസ് ബിൻ ഹിലിസ അൽ യഷ്കരി, അൽ ഹാരിസ് അദ്ദേഹത്തിൻ്റെത് ഹംസിയയാണ്. മുഴുവൻ ഹംസയിൽ അവസാനിക്കുന്നതാണ്, ഹംസിയ. അപ്പം നമുക്ക് പെട്ടെന്ന് ഓർത്തെക്കാൻ കഴിയും ഹംസിയ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബഹർ ഖഫീഫാണ്, ബഹർ ഖഫീഫ്. ആദനത്ന ബിബൈനിഹാ അസ്മാഉ റുബ്ബ സാവിൻ യമല്ലു മിൻഹു സവാഉ. ഖഫീഫ് ഹംസയിലാണ് അവസാനിക്കുന്നത്, സവാഉ അസ്മാഉ ഹംസയിൽ അവസാനിക്കുന്നതാണ് ഹാരിസ് ബിൻ ഹിലിസയുടേത്. പിന്നെ ലബീദ് ബിൻ റബിയയുടേത് മീമാണ്. അഫത്തിദ്ദിയാറു മഹില്ലുഹാ ഫമഖാമുഹാ ബിമിനൻ തഅബ്ബദ ഗൂലുഹാ ഫരിജാമുഹാ. ലബീദ് ബിൻ റബിയയുടേത് കാമിലാണ്, ബഹർ കാമിൽ, അൽ ബഹർ കാമിൽ. അൻതറയുടെ സെയിം വസിന് ബഹറിലാണ്. ഇനി നാബിഗത്തു ദുബിയാനിയുടെ ബസീത്താണ്. നാബിഗത്തു ദുബിയാനിയുടേത് ബസീത്ത്. നാബിഗത്തു ദുബിയാനിയുടേത് മുഴുവൻ അവസാനിക്കുന്നത് ദാലിലാണ്, ദാല്. ഓക്കെ, യദാറമയ്യത ബിൽ അലിയ ഇഫസ്സനദി അഖ്വത്ത്. അപ്പോൾ ദാലിയത്താണ് യദാറമയ്യത ബിൽ അലിയ ഇഫസ്സനദി, ദാലിയത്താണ് നാബിഗത്തു ദുബിയാനുടേത്, ബഹർ ബസീത്ത. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലബീദ് ബിൻ റബിയയുടേത് മീമിയത്താണ്, മീമ് കൊണ്ടാണ്. അത് ഒരു കൺഫ്യൂസിങ് ആയ ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കവിത അറിയുന്ന ഒരാൾ അഫത്തിദ്ദിയാറു മഹല്ലുഹാ ഫമുഖാമുഹാ ബിമിനൻ തഅബ്ബദ ഗൂലുഹാ ഫരിജാമുഹാ, അവസാനം മുഴുവൻ ഹാ 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 എന്നാണ് അവസാനിക്കുന്നത്. അപ്പോൾ അത് അറിയുന്ന ഒരാൾ ഹാ ഇയത്താണ് തെറ്റിദ്ധരിച്ചു പോകും, ഹാ ഇയത്ത്. പക്ഷെ അറബിയിൽ ഖാഫിയയായിട്ട് ഹാ പരിഗണിക്കാറില്ല, ഹൂ ഹാ എന്നുള്ള ഹാ അറബിയിൽ പരിഗണിക്കാറില്ല. അപ്പോൾ ലബീദ് ബിൻ റബിയയുടേത് മീമിയത്ത്, ആ ഹാഇൻ്റെ ഒക്കെ മുഴുവൻ മീമായിരിക്കും വരിക. അഫത്തിദ്ദിയാറു മഹല്ലുഹാ ഫമുഖാമുഹാ ബിമിനൻ തഅബ്ബദ ഗൂലുഹാ ഫരിജാമുഹാ. ഹാ കൂട്ടാത്തതുകൊണ്ട് അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരമാണ് പരിഗണിക്കുക. അപ്പോൾ എല്ലായിടത്തും ഹാഇൻ്റെ തൊട്ട് മുമ്പ് മീമന്നായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. കാമിൽ 2 പേരുണ്ട്, കാമിൽ അൻതറയുണ്ട്, ലബീദുണ്ട്. പിന്നെ ബസീത്ത് 2 പേരുണ്ട്, ആയിഷയുണ്ട്, നാബിഗയുണ്ട്.
79ാമത്തെ ചോദ്യം മോഡേൺ അറബ് വേൾഡുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. റിയാൽ ലൈസത്ത് ഹിയൽ ഉംലൽ മുതദാവല ഫി, താഴെയുള്ള ഏത് രാജ്യത്താണ് അത് ഉപയോഗിക്കപ്പെടാത്തത്? റിയാൽ ഉണ്ട്, ചില രാജ്യത്ത് ദീനാറാണ്, ചില രാജ്യത്ത് ദിർഹമാണ്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. സൗദി റിയാലാണ്. സൗദി SAR, സൗദി അറേബ്യ റിയാൽ, SAR എന്നുള്ളത് റിയാൽ എന്നുള്ള സിമ്പലാണ്, സൗദിൻ്റെ റിയാലാണ്. പിന്നെ ഇമാറാത്ത് UAEയുടേത് AED, UAE ദിർഹം, AED, അപ്പോൾ ദിർഹമാണ്. അപ്പോൾ ഇത് റിയാലാണ്. പിന്നെ ദുബൈയുടേത് ദിർഹം, AED എന്നാണ് അതിൻ്റെ ഷോർട്ട് പറയുന്നത്. പിന്നെ ഖത്തറിലേക്ക് വരുന്നത് ഖത്തർ അഗെയിൻ റിയാലാണ്, QAR എന്നാണ് ഖത്തർ റിയാലിൻ്റെ ഷോർട്ട് ഫോം, QAR, ഖത്തർ റിയാലാണ്. ബഹ്റൈൻ ദീനാറാണ്, ബഹ്റൈൻ്റെ BHD, ബഹ്റൈൻ ദീനാറാണ്. ഓരോ കറൻസിക്ക് ഒരു ഷോർട്ട് ഫോം ഉണ്ട്, SAR, AED, QAR എന്നൊക്കെ പറഞ്ഞ പോലെ. ഒമാൻ്റേത് ഒമാൻ അഗെയിൻ ഒമാൻ്റെ റിയാലാണ്, ഒമാൻ റിയാലാണ്, OMR. ഓക്കെ, അപ്പോൾ റിയാലാണ് ഈ കൂട്ടത്തിലെ. സൗദിയും ഖത്തറും ഒമാനും റിയാലാണ്. ഇമാറാത്ത് ദിർഹമാണ്, ബഹ്റൈന് ദീനാറാണ്. ഇനി ഇതിൽ വരാത്തതാണ് കുവൈത്ത്, ദൗലത്തുൽ കുവൈത്തിൻ്റേതും കുവൈത്ത് ദീനാറാണ്. കുവൈത്തിൻ്റേത് KWD, കുവൈത്ത് ദീനാറാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ റിയാൽ ഉള്ളത് 3 രാജ്യങ്ങൾക്കാണ്. സൗദി റിയാലാണ്, ഖത്തർ, ഒമാൻ, ഈ 3 രാജ്യങ്ങൾക്കും റിയാലാണ്. പിന്നെ ദിർഹം ഉള്ളത് UAE മാത്രമാണ്. പിന്നെ ദീനാർ ഉള്ളത് ബഹ്റൈൻ ഉണ്ട്, കുവൈത്ത് ദീനാറാണ്. ഓക്കെ, അപ്പോൾ GCCയിലുള്ള 6 രാജ്യങ്ങളുമായി കുവൈത്തും ദീനാറാണ്. ക്വസ്റ്റ്യന് താഴെയുള്ളതിൽ റിയാൽ അല്ലാത്തത് എവിടെയാണ്? അപ്പോൾ റിയാൽ അല്ലാത്തത് റിയാലല്ല, എന്ന പോലെ തന്നെ ദാലും റിയാലല്ല. റിയാലല്ലാത്തത് ബായും ദായും റിയാലല്ലാത്തതാണ്. 80ാമത്തെ ചോദ്യം അൽ മദ്രസത്തു നല്ലാമിയ ഫി ബഗ്ദാദ്, ബഗ്ദാദിലുള്ള അൽ മദ്രസത്തു നല്ലാമിയ എന്ന് പറയുന്ന വളരെ അതിപരമ്പരാഗതമായ ഒരു കോളേജായിരുന്നു അൽ മദ്രസത്തു നല്ലാമിയ എന്ന് പറയുന്നത്. ബഗ്ദാദിലാണ്. അൻഷഅഹ നല്ലാമുൽ മലിക് എന്ന് പറയുന്ന മന്ത്രിയാണ് അത് സ്ഥാപിച്ചത്. നല്ലാമുൽ മലിക് അത്തൂസി എന്ന് പറയുന്നതാണ്. അദ്ദേഹം ആരുടെ വസീറായിരുന്നു എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ മദ്രസത്തു നല്ലാമിയെ കുറിച്ച് പറയുന്ന സമയത്ത് ബഗ്ദാദിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലായി. അൽ മദ്രസത്തു നല്ലാമിയ, ആ നല്ലാമിലേക്ക് ചേർത്തിട്ടാണ് അതിനെ അൽ മദ്രസത്തു നല്ലാമിയ എന്ന് പറയുന്ന. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി, പിന്നെ അബു ഇസ്ഹാഖ് ഷിറാസി എന്നൊക്കെ പോലത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അധ്യാപനം നടത്തിയിട്ടുള്ള മദ്രസയാണ്, കോളേജാണ് അൽ മദ്രസത്തു നല്ലാമിയ എന്ന് പറയുന്നത്. ബഗ്ദാദിലെ റുസാഫ എന്ന് പറയുന്ന സ്ഥലത്താണ്, ബഗ്ദാദ് റുസാഫ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ നല്ലാമിയ എന്നുള്ള കോളേജ് സ്ഥിതി ചെയ്തിരുന്നത്. പിന്നെ ഇത് സ്ഥാപിച്ചിട്ടുള്ളത് നല്ലാമുൽ മലിക് അത്തൂസി എന്ന മന്ത്രിയായിരുന്നു അദ്ദേഹം. ഹിജറ 459 ഇത് സ്ഥാപിച്ചത്. ഹിജറ 459 സ്ഥാപിച്ചത്. ഇദ്ദേഹം സെൽജൂക്കി ഭരണകൂടത്തിന്റെ മന്ത്രിയായിരുന്നു. വസീർ സെൽജൂക്കി, അൽ വസീർ സെൽജൂക്കി അബ്ബാസി ഭരണകൂടം ഉണ്ടായിരുന്ന സമയത്ത് പാരലായിട്ട് മറ്റു ചില പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഭരണകൂടമായിരുന്നു സെൽജൂക്കി ഭരണകൂടത്തിലെ മന്ത്രിയായിരുന്നു നല്ലാമുൽ മലിക്. അദ്ദേഹം അലബ് അർസലാനും അദ്ദേഹത്തിൻ്റെ മകൻ മലിക് ഷാ എന്നീ 2 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ മന്ത്രിയായിരുന്നു. അവരൊക്കെ സെൽജൂക്കി ഭരണാധികാരികൾ തന്നെയായിരുന്നു. അലബ് അർസലാൻ സെൽജൂക്കി ഭരണാധികാരിയാണ്. എന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനാണ് മലിക് ഷാ. ഇവർ 2 പേരുടെയും മന്ത്രിയായിട്ടായിരുന്നു നല്ലാമുൽ മലിക് പ്രവർത്തിച്ചിരുന്നത്.
ഈ കോളേജിലാണ് ഇമാം ഗസാലിയൊക്കെ റഹ്മത്തുള്ളാഹി അലൈഹി പഠിച്ചിട്ടുള്ളത്. അൽ ഇമാമുൽ ഗസാലി അബു ഇസ്ഹാഖു ഷിറാസി അധ്യാപനം നടത്തിയിട്ടുള്ള കോളേജാണ് അഷിറാസി. ഓക്കെ, അപ്പം ഇനി ഈ കോളേജിനെ കുറിച്ചുള്ള ചോദ്യം, ബഗ്ദാദിലുള്ള കോളേജ്, അത് നല്ലാമുൽ മലിക്കാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്. അദ്ദേഹം വസീർ, ഏത് രാജാവിൻ്റെ വസീറായിരുന്നു? അപ്പോൾ അലബർസലാനാണ്, മലിക് ഷാ ആണ്. നമ്മുടെ കൂട്ടത്തിലുള്ള സെൽജൂക്കി ഭരണകൂടമാണ് നമുക്കറിയാം. അപ്പോൾ അത് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടെത്താം. സെൽജൂക്കി ഭരണകൂടത്തിലെ മലിക് ഷാ സുൽത്താൻ, മലിക് ഷായുടെ വസീറായിരുന്നു അദ്ദേഹം. പിന്നെ ബാക്കിയുള്ള ഓപ്ഷനുകളൊന്നും ശരിയായ ഓപ്ഷനല്ല. വസീർ സുൽത്താൻ സലാഹുദ്ദീൻ അൽ അയ്യൂബി, സലാഹുദ്ദീൻ അയ്യൂബിയുടെ വസീറാണ് എന്ന് പറയുന്നത് അത് നമ്മൾ സാഹിത്യത്തിലുള്ള ഒരാളെ കുറിച്ചാണ്. അൽ ഖാദിൽ ഫാദിൽ പറഞ്ഞ എഴുത്തുകാരുണ്ട്. അൽ ഖാദിൽ ഫാദിൽ അബ്ബാസി കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട കിതാബത്തിൽ, ഈ കത്തെഴുത്തിലൊക്കെ, കിതാബത്തുർ റസായിലുള്ള ദീവാൻ എഴുത്തിലൊക്കെ പ്രഗത്ഭനായവരായിരുന്നു ഖാദിൽ ഫാദിൽ. അദ്ദേഹം സലാഹുദ്ദീൻ അയ്യൂബിയുടെ മന്ത്രിയായിരുന്നു. സലാഹുദ്ദീൻ അയ്യൂബി ഒരിക്കൽ പറയുന്നുണ്ട്, ലാ തുളുന്നു അന്നി ഫതഹ്തുൽ ബിലാദ ബിസുയൂഫ് ബിൽ അസാക്കിർ, ഞാൻ എൻ്റെ സൈന്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നാട് മുഴുവൻ കീഴടക്കിയത്. സലാഹുദ്ദീൻ അയ്യൂബി കുരിശുദ്ധ സമയത്തൊക്കെ വളരെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ കൈവരിച്ച ആളായിരുന്നല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നാടുകളൊക്കെ കീഴടക്കിയത്, നിങ്ങൾ വിശ്വസിക്കരുത്. വല ഇന്നമാ ഫതഹ്തുഹ ബിഖലമിൽ ഖാദിൽ ഫാദിൽ, ഞാൻ ഖാദിൽ ഫാദിൽ എന്നുള്ള എൻ്റെ മന്ത്രി, അദ്ദേഹത്തിൻ്റെ കലം പേന, അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പിൻബലത്തിലാണ് ഞാൻ രാജ്യങ്ങൾ കീഴടക്കിയത്. അദ്ദേഹമായിരുന്നു വിദേശകാര്യ മന്ത്രികളിലേക്കും മറ്റു സമീപ രാജ്യങ്ങളിലേക്കൊക്കെയുള്ള കത്തെഴുത്തുകളൊക്കെ നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരുന്നു ഖാദിൽ ഫാദിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് മദ്രസത്തുൻ നല്ലാമിയെ കുറിച്ച് പറയാനുള്ളത്.